ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാഴ്സലോണ വേഴ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഗായ്സ്, ലാലിഗ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ബാഴ്സലോണ ഇന്നലെ വരെ തുടർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള ആ ഒരു തോൽവിയോടുകൂടി രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവസാന നിമിഷത്തെ ആ ഒരു മിസ്റ്റേക്ക് കാരണമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ ചെയ്യാനുള്ള റീസൺ. കാരണം അല്ലെങ്കിൽ സമനില എന്നുള്ള ഒരു ലെവലിലേക്ക് വരുമായിരുന്നു. കാരണം 96 മിനിറ്റോളം പ്ലേ ചെയ്തത് ബാഴ്സലോണയായിരുന്നു. കാരണം ഫസ്റ്റ് സ്കോർ ചെയ്യുന്നത് ബാഴ്സലോണയായിരുന്നു. പെഡ്രി ആയിരുന്നു ആദ്യം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഡീപോളായിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ 4-4-2 എന്ന ഫോർമേഷനിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. ആ ഒരു ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം പിന്നീട് കാണാൻ പറ്റിയ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഡിഫൻസാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫൻസിൽ 6 പ്ലെയേഴ്സാണ് ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ക്യാബിനോയിലായതുകൊണ്ട് സിമിയോണി സെക്കൻഡ് ഹാഫിൽ ഫോർമുലേഷൻ ചേഞ്ച് ചെയ്തു. കാരണം അവർക്കൊരു സമനില മതി എന്നുള്ള ഒരു രീതിയിലാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതിനുശേഷം ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും നിരന്തരം അറ്റാക്കിംഗ് ആയിരുന്നു ബാഴ്സലോണ. യമാലില്ലാത്ത നല്ല പ്രോബ്ലംസ് ഫ്രണ്ട് ലൈനിൽ കാണുന്നുണ്ട്. പക്ഷേ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഒബ്ലാക്കിനായിരുന്നു. ഒരുപാട് ഗോളായി എന്ന് വിചാരിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. അത്യുഗ്രൻ സേവിങ്സ് ആയിരുന്നു ഒബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കാരണം ബാഴ്സലോണയുടെ ആ ഒരു ടാക്ടിക്സ് വെച്ചിട്ട് ഡിഫൻസെല്ലാം നല്ല ഈസി ആയിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഈ 6 ഡിഫൻസ് വെച്ചിട്ടും ബാഴ്സലോണ ഈസി ആയിട്ട് ഡിഫൻസ് പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒബ്ലാക്ക് ഉള്ളത് കൊണ്ട് മാത്രം അത്ലറ്റിക്കോ വിജയിച്ചെന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം അത്രയും സേവിങ്സ് ആണ്. അതും ലാസ്റ്റ് ഘട്ടത്തിലെല്ലാം 1-on-1 ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗോളി ലെവൻഡോസ്കി കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഡാനിയൽ ഒൽമോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെഡ്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെഡ്രി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. കാരണം മാഡ്രിഡിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം അവർ ഒന്നാമത് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രോബ്ലംസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. കാരണം ബാഴ്സലോണ ആ ഒരു പ്ലേ മനസ്സിലാക്കി. പക്ഷേ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സിമിയോണിക്ക്. കാരണം സിമിയോണി റിയൽ മാഡ്രിഡിനെതിരെ കളിച്ച ആ ഒരു സെയിം ടാക്ടിക്സ് ആണ് ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണ യൂസ് ചെയ്യാന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ആദ്യം ആ ഒരു ഫോർമുലേഷൻ ഇട്ടത്. പക്ഷേ ഒരു ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം എല്ലാവരും ഡിഫൻസിലേക്ക് വന്നു. എനിക്കൊന്ന് ആൽവരസ് അല്ല, എനിക്കൊന്ന് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടാണ് തോന്നുന്നു പ്ലേ ചെയ്തത് സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ കാരണം ബാക്ക് ടു ബാക്ക് ഒരുപാട് മത്സരങ്ങളായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ലാസ്റ്റ് ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കുന്നു, വിൻ ചെയ്യുന്നു. കാരണം ഈ ഒരു സീസണിൽ നല്ല ലക്കാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ എല്ലാ മത്സരത്തിലും അവസാനത്തെ ഒരു മിനിറ്റിലാണ് അവർ വിൻ ചെയ്യുന്നത്. ഈ ഒരു വിജയത്തോടുകൂടി അത്ലറ്റിക്കോ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. റിയൽ മാഡ്രിഡ് 37 പോയിന്റിലാണുള്ളത്. ഒരു കളി കുറവാണ്, എന്നാലും ഇനി വിൻ ചെയ്തതിനാലും 40 പോയിൻ്റേ ആകത്തുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സീസൺ അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ളതാണോ? കാരണം ലീഗിൽ അത്യാവശ്യം എല്ലാ കളിയും ഒരു ആവറേജ് പ്ലേ ചെയ്യുന്നുണ്ട്. റിയൽ മാഡ്രിഡിലേക്ക് വരുമ്പോൾ ആയാലും ഇനിയിപ്പം ബാഴ്സലോണയിലേക്ക് വരുമ്പോൾ ആയാലും ചില ഗെയിംസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആവാനുണ്ട്. കാരണം ബിഗ് മാച്ചസ് വരുമ്പോൾ മാത്രമേ അവർക്ക് ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി വരുന്നുള്ളൂ. ബാക്കി നോർമൽ ഇപ്പോൾ ഗെറ്റാഫെ അതുപോലെ ജിറോണൊക്കെ വരുമ്പം വെറുതെ എങ്ങനെയാലും ജയിക്കും. കാരണം ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കളിയിൽ നല്ല ഈസി ആയിട്ട് തോക്കുന്നതുകൊണ്ട് റിയൽ ആയാലും ബാഴ്സലോണ ആയാലും. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കളിയും ബിഗ് മാച്ചസ് ആയാലും ഇപ്പോൾ ചെറിയ ടീമിൻ്റെ കൂടെ ആയാലും എല്ലാ ടീമിൻ്റെ അടുത്തും എല്ലാ കളിയും ഒരു ആവറേജ് പ്ലേ അവർ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നതിനാലും ചാമ്പ്യൻസ് ലീഗിൽ വലിയ സാധ്യത ഒന്നുമില്ല. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഇപ്പോഴത്തെ ലീഗിലൊരു ഫോം വെച്ചിട്ട് ഒരു സെമിയൊക്കെ കാണാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഗായ്സ്, ബാഴ്സലോണ
ബാഴ്സലോണയുടെ ഈ ഒരു തോൽവിയോടുകൂടി 2ാം സ്ഥാനത്തേക്ക് ഓൾറെഡി വന്നിരിക്കുകയാണ്. ഇപ്പോൾ റിയൽ മാഡ്രിഡ് നെക്സ്റ്റ് മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് വരും. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് ലീഗിൽ കാണുന്നില്ല. ആ ഒരു പെർഫോമൻസ് എനിക്കൊന്ന് ആ ഒരു പെട്രി മാത്രമേ ആ ഒരു മാക്സിമം ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെ കളിക്കുന്ന എനിക്ക് എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് പെഡ്രിനെ മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പിന്നെ യമാലില്ലാത്ത ആ ഒരു സ്പേസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. യമാലിൻ്റെ ആ ഒരു മിസ്സിങ് നല്ല രീതിയിൽ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. കാരണം റാഫിനേക്ക് ഓവർ ലോഡിങ് ആണ്. ഡിഫെൻസീവിലായാലും ഒഫെൻസീവിലായാലും അതുപോലെ ക്രിയേറ്റ് ചെയ്യണം. ലെവൻഡോസ്കിക്ക് പ്രത്യേകിച്ച് റോളും, കാരണം ഡിഫെൻസീവിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഇല്ലാത്ത പ്ലെയറാണ് ലെവൻഡോസ്കി. ബോക്സിൽ മാത്രമേ മാക്സിമം എഫേർട്ട് ഇടുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ലീഗിലെ അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.